Hi, Namaste. Welcome back. Yes, welcome back to my channel, Vintrader. ആക്യുറേറ്റ് ആയിട്ട് ട്രേഡ് നമ്മുടെ സോഫ്റ്റ് വിൻറ്റിൻ്റെ ടെക്നിക്കൽ അനാലിസിസ് ഉപയോഗിച്ച് ഈസി ആയിട്ട് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാം. ഇന്നത്തെ ഗോൾഡിൽ അതുപോലൊരു മൊമെൻ്റ് ഉണ്ട്. നമുക്ക് നല്ല ഹ്യൂജ് റിട്ടേൺസ് ആണ് ഇന്നത്തെ ഗോൾഡിൽ കിട്ടിയത്. ഓൾമോസ്റ്റ് നല്ല മോർണിംഗിൽ 9:15 കഴിഞ്ഞിട്ട് മാർക്കറ്റ് സപ്പോർട്ട് അടിച്ച് ഇറങ്ങിയതാണ്. അവിടുന്ന് ഇപ്പോഴും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഓൾമോസ്റ്റ് 1157 പോയിൻറ്റ്സാണ് ഡൗൺ ഇറങ്ങിയത്. ഇപ്പോൾ നല്ല ഹ്യൂജ് റിട്ടേൺസ് ആയിരുന്നു. അതേപോലെ മാരുതി ട്രേഡ് നോക്കണം. മാരുതിക്ക് നല്ലൊരു ഹൈക്ക് വൺ സൈഡ് മൊമെൻ്റ് തന്നെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എപ്പോഴും നമ്മൾ ഇൻട്രാഡേയുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്താൻ പറ്റുന്നൊരു സ്റ്റോക്ക് തന്നെയാണ് മാരുതി. നമുക്ക് പാസ്റ്റ് പെർഫോമൻസ് നോക്കിയാൽ നമുക്ക് മിക്കവാറും റിട്ടേൺസ് നമുക്ക് ഇതിൽ നിന്ന് കിട്ടാറുണ്ട്. ഓക്കെ, അപ്പോൾ അതേപോലെ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റി ഇന്ന് നോക്കുകയാണെങ്കിൽ ഫുള്ള് സൈഡ് വേസ് ആയിരുന്നു. ഇന്ന് മാർക്കറ്റ് വലിയ റിട്ടേൺസ് എന്ന് പറയാൻ പറ്റില്ല. മോർണിംഗിൽ ഒരു ഡൗൺ ഇറങ്ങി, പിന്നെ അതിനുശേഷം മാർക്കറ്റ് സൈഡ് വേസ്, പിന്നെ എഗെയിൻ ലാസ്റ്റ് ഒരു ഡൗൺ ഇറങ്ങി. പക്ഷേ ഒരുപാട് ഫ്ലക്ച്വേഷൻ ഉണ്ടായിരുന്നു മാർക്കറ്റിൽ. പക്ഷേ നമ്മുടെ സോഫ്റ്റ് അവിടെ കറക്റ്റ് ഇൻഡിക്കേഷൻ കാണിച്ച് നമുക്ക് ലോസ് ഇല്ലാതെ കറക്റ്റ് എക്സിറ്റ് ചെയ്യാനും പറ്റി. നമുക്ക് എവിടുന്ന് നമ്മുടെ സോഫ്റ്റ്വെയർ ട്രേഡ് എടുത്തു എന്ന് നിങ്ങൾക്ക് ലൈവ് സെക്ഷനായിട്ട് അറ്റൻഡ് ചെയ്യാൻ, അതായത് സോഫ്റ്റ്വെയർ കാണിക്കുന്ന പെർഫോമൻസ് ലൈവായിട്ട് കാണാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുവേണ്ടി കോൺടാക്ട് ചെയ്യാൻ മതി. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇന്നത്തെ ഗോൾഡിൻ്റെ പെർഫോമൻസ് കാണിച്ചിട്ടും ഇന്നത്തെ MCXൻ്റെ ഗോൾഡ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈവനിങ് മാർക്കറ്റിൽ ഈസി ആയിട്ട് പ്രോഫിറ്റ് നേടാൻ പറ്റുന്ന ഒരു മാർക്കറ്റ് തന്നെയാണ് MCXൻ്റെ. അതിൻ്റെ ഗോൾഡ്, ക്രൂഡ് ഓയിൽ, നമുക്ക് നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ നല്ല റിട്ടേൺസ് കിട്ടാൻ പറ്റുന്ന ചാൻസ് ഉള്ള പേരുകൾ തന്നെയാണ്. അപ്പോൾ ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് നമുക്ക് മാർക്കറ്റ് ഇവിടുന്ന് ഓപ്പൺ ആയ ശേഷം നമുക്ക് രാവിലെ 9:15 നമുക്ക് സിവിൽ സോഫ്റ്റ് തന്നിട്ടുണ്ട്. ഗ്യാപ് ഡൗൺ ആണ്. പക്ഷേ ഗ്യാപ് ഡൗണിൽ ഇറങ്ങുമ്പോൾ ഇന്നലെ ഗ്യാപ് ഡൗൺ ആയിരുന്നു. പക്ഷേ ഇന്നത്തെ വ്യത്യാസം, ഇന്നലെ എന്ന് പറഞ്ഞാൽ സൈഡ് വേസ് ആയിരുന്നു. ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഗ്യാപ് ഡൗണിൽ ഇറങ്ങിയ ശേഷം അപ്പം തന്നെ കൺഫർമേഷൻ വന്ന് നമുക്ക് മാർക്കറ്റ് കുറച്ച് തിരിച്ചിറങ്ങി ഇവിടെ സപ്പോർട്ട് അടിച്ചിട്ടുണ്ട്. ഈ പോയിന്റ് നമുക്ക് എടുക്കാം. അവിടുന്ന് ആ സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്തുകൊണ്ട് ധൈര്യമായിട്ട് നമുക്ക് ഇവിടെ എടുക്കാം. അവിടെ താഴ്ത്ത് പോയിട്ടുണ്ട്. അപ്രോക്സിമേറ്റ് എങ്ങനെ വന്നാലും നമുക്ക് 1000 പോയിന്റ്സിന് മേളിൽ കിട്ടിയിട്ടുണ്ട്. അത്രയും റിട്ടേൺസ് ആയിരുന്നു നമ്മൾ ഇന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം ഇപ്പോഴും നമുക്ക് ആ സെല്ല് കണ്ടിന്യൂ ആണ്. നമുക്കത് എക്സിറ്റ് ചെയ്യാനുള്ള ഒരു ലെവൽ നമുക്ക് ഇതുവരെ പറഞ്ഞിട്ടില്ല. നല്ല ഹ്യൂജ് റിട്ടേൺസ് തന്നെയാണ് സോഫ്റ്റ് കാണിച്ചു തന്നിരിക്കുന്നത്. ഓക്കെ, പക്ഷേ ഇന്നലത്തെ മാർക്കറ്റ് സൈഡ് വേസ് ആണ്. ഇന്നലെ സൈഡ് വേസ് അവിടെ കാണിച്ചു തന്നിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലെ നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ ട്രേഡ് ഒരു ബൈയോ സെല്ലോ കൺഫേം ആയിട്ടില്ല. സെൽ സിഗ്നൽ നമുക്ക് മോർണിംഗിൽ തന്ന കൺഫർമേഷൻ ലേറ്റ് ആയിട്ടാണ് വന്നത്. ഇന്നത്തെ വ്യത്യാസം നോക്കിയാൽ തന്നെ മനസ്സിലാവും. അഥവാ ട്രേഡ് എടുത്താലും റിവേഴ്സ് പോയി കഴിഞ്ഞാൽ സൈഡ് വേസ്, അതായത് കളർ ചേഞ്ചസ്, ഓറഞ്ച്, ബ്ലൂ, വൈറ്റ്, അതുപോലെ എക്സ്ട്രാ കളർ വഴി നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും മാർക്കറ്റ് സൈഡ് വേസ് എവിടെയാണ് പ്രോപ്പർ എക്സിറ്റ് ചെയ്യേണ്ട ലെവലെന്ന്. ഓക്കെ, അതേപോലെ ഇന്നത്തെ ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും ഇന്ന് വളരെ സൈഡ് വേസ് ആയ മാർക്കറ്റായിരുന്നു. ഇന്ന് രാവിലെ തന്നെ മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പണായി തിരിച്ച് കയറാൻ നോക്കി, പിന്നെ ഇറങ്ങുമായിരുന്നു. അപ്പോൾ സോഫ്റ്റ് അവിടെ ഒരു ബൈ ട്രേഡ് തന്നിട്ടില്ല. സെല്ലിൻ്റെ തന്നെ കണ്ടിന്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സെക്കൻഡ് ക്യാൻഡിൽ നമുക്ക് അവിടുന്ന് മാർക്കറ്റ് താഴ്ത്തിറങ്ങുമ്പോൾ അവിടെ നിന്ന് എടുക്കാമായിരുന്നു. അവിടുന്ന് മാർക്കറ്റ് പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നല്ല റിട്ടേൺസ് കിട്ടിയിട്ടുണ്ട്. ഒരു ചെറിയ ട്രേഡ് എടുക്കാനുള്ള വകുപ്പ് എന്തായാലും അതിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അത് കഴിഞ്ഞ് ബൈ വന്ന് കൺഫേം ആയില്ല. പിന്നെ സെല്ല് വന്ന് കൺഫേം ആയതിനു ശേഷം തിരിച്ച് കുറച്ച് കയറാൻ നോക്കിയതിന് ശേഷമാണ് പിന്നെ അവിടെ ഇറങ്ങിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഒന്നില്ലെങ്കിൽ ധൈര്യമായിട്ട് നമുക്ക് പേഷ്യൻസോടെ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തിരിയുമ്പോൾ ട്രെൻഡ് ലൈൻ നോക്കി ഇവിടെ എക്സിറ്റ് അടിച്ച് തിരിച്ച് രണ്ടാമത് ഇറങ്ങുമ്പോൾ എൻട്രി എടുത്താലും മതി. പക്ഷേ താഴെ നമുക്ക് റെഡ് ആണെങ്കിൽ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാമെന്ന് തന്നെ സോഫ്റ്റ് പറഞ്ഞു. കാരണം അവിടെ നിന്ന് റിവേഴ്സ് പോകാൻ ചാൻസ് ഉണ്ട്. ഒന്നിൽ കളർ ചേഞ്ച് കാണിക്കും, അല്ലെങ്കിൽ നമുക്ക് താഴത്തെ സോൺ മാറുകയൊക്കെ ചെയ്യും. നമുക്കത് മാറിയിട്ടില്ല സ്ഥിതിക്ക് നമുക്കവിടെ തിരിച്ചിറങ്ങാൻ ചാൻസ് സോഫ്റ്റ് ഇനിയും പറയുന്നുണ്ട്. ഓക്കെ, അപ്പം ഈസിയാണ് മനസ്സിലാക്കാനായിട്ട്. നമുക്കൊരു കൺഫർമേഷൻ വരുന്ന ട്രേഡും ആക്യുറേറ്റ് ആ ട്രേഡും അതേപോലെ നമുക്ക് സൈഡ് വേസ് ആയ ട്രേഡും ഐഡൻറ്റിഫൈ ചെയ്യാൻ എളുപ്പമാണ് സോഫ്റ്റിലൂടെ. അപ്പോൾ നമുക്ക് ലോസ് ഇല്ലാതെ നമുക്ക് കൺസിസ്റ്റൻറ്റ് പ്രോഫിറ്റ് നമ്മുടെ സോഫ്റ്റിലൂടെ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ്. അത് ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങൾക്ക് വിശ്വസിച്ചാൽ മതി. അപ്പോൾ ലൈവ് സെക്ഷൻ അറ്റൻഡ് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽസ് മനസ്സിലാവും. ഓക്കെ, താങ്ക് യു.